ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? ജോലിക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ രണ്ട് പാത്ത് വേസിലൂടെയുള്ള ജോലിക്ക് ശ്രമിക്കുക കേട്ടോ. വർക്ക് ടു റെസിഡൻസും അതുപോലെ സ്ട്രൈറ്റ് ടു റെസിഡൻസി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാത്രമല്ല, താഴ്ന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇതുപോലെ റെസിഡൻസി കിട്ടാൻ പറ്റുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു. സ്ട്രൈറ്റ് ടു റെസിഡൻസിയും വർക്ക് ടു റെസിഡൻസിയും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ ആളുകൾക്കും പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ലിങ്ക് ഇടുന്നുണ്ട്, അതിൽ നിങ്ങളുടെ ജോലി ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല, എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സംഭവം ആരോടും പറയാൻ പോകണ്ട. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും നമുക്കൊരു നാണക്കേടെന്ന് വിചാരിക്കണ്ടല്ലോ. അത് നാണക്കേടല്ല കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ അതിലൂടെ ഡിക്ലൈൻ വന്നാലും പിന്നീട് ആ ഡിക്ലൈനിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾക്കും അത് തന്നെ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഡിക്ലൈൻ വന്നെന്ന് വിചാരിച്ചാൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കളയരുത്. തീർച്ചയായിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം, അത് ചിലപ്പോൾ നാളെ ആവാം, മറ്റന്നാളാവാം, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാവാം. എപ്പോഴായാലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ 2 ജോലിയെങ്കിലും വെച്ച് അപ്ലൈ ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പോഴും ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ എംപ്ലോയേഴ്സിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ വഴി ഏതെങ്കിലും റെഫറൻസ് കിട്ടുമോ അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഒരു ജോലിക്കാരൻ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ മറ്റുള്ളവർക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ബ്രദറും സിസ്റ്ററും വോഡാഫോണിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ അവർ വേറെ ജോലിയിലേക്ക് മാറിയിട്ടാ. അപ്പൊ വന്ന സമയത്ത് സിസ്റ്റർ റെഫർ ചെയ്തിട്ടാണ് ബ്രദർ ഇവിടെ എത്തിയത്. ആ ബ്രദറിന് ഇവിടെ ജോലി കിട്ടി. അപ്പൊ അത് കാണിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടുമെന്നല്ലേ. അപ്പൊ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകളോട് ആ കമ്പനിയിൽ നിങ്ങളെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. കിട്ടിയാൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങള്. അപ്പൊ അതുപോലെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നിരാശരാവാണ്ട് ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ഡൽഹിയിലെ സ്പോൺസർഷിപ്പ് ജോബ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഇൻഡീഡിൽ നിന്നുള്ള ഒരു പേജാണ്. ഫസ്റ്റ് ജോബാണ് ഫൗണ്ടിങ് റിക്രൂട്ടർ. ഇത് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. കോർഫ്ലോ എന്നാണ് കമ്പനിയുടെ പേര്. കോർഫ്ലോ. സ്റ്റോർ മാനേജർ, ഡൊമിനോസ് പിസ. ഡൊമിനോസ് പിസയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരുപാട് ജോബ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിലും പറയുന്നത് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നാണ്. ഈ ജോലിക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ കമ്പനി നെയിം പറയുന്നത്. അസിസ്റ്റൻറ്റ് മാനേജർ, ഇതും ഡൊമിനോസ് പിസയാണ്. ഇത് പല സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിലേക്കാണ്. അടുത്തത് റീറ്റെയിൽ മാനേജർ, എയർ വോയിസ് റീറ്റെയിൽ ഗ്രൂപ്പ്. എല്ലാം വിസ സ്പോൺസർഷിപ്പ് ഉള്ളതായിട്ടാണ് അവിടെ കാണുന്നത്. ഇനി അടുത്തത് അക്കൗണ്ടൻ്റ് ആണ്. ജൂനിയർ അക്കൗണ്ടൻറ്റ്, റീലൊക്കേഷൻ അസിസ്റ്റൻസും ഉണ്ട്, സ്പോൺസർഷിപ്പും ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് വെസ്റ്റേൺ ബെറി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. വെസ്റ്റേൺ ബെറി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അടുത്തത് അണ്ടർഗ്രൗണ്ട് ട്രേഡ്സ് അസിസ്റ്റൻ്റ് ആണ്. നോർത്തേൺ സ്റ്റാർ റിസോഴ്സസ് ലിമിറ്റഡ്. നെക്സ്റ്റ് HR ട്രക്ക് ഡ്രൈവറാണ്. മിഡിൽ മൈൻഡ് സർവീസസ് എന്നാണ് കമ്പനിയുടെ പേര്. ഹെവി ലൈസൻസ് ഉള്ളവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിന് IELTSൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ബാരിസ്റ്റയാണ്. കിംബർലി കഫേ. കമ്പനി നെയിം കിംബർലി കഫേ. നെക്സ്റ്റ് സൈറ്റ് സൂപ്പർവൈസറാണ്. ഗ്ലോബ് വെഞ്ചേഴ്സ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലേബററാണ്. ഈ ലേബറേഴ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്, സാലറിയും കൂടുതലാണ്. എനർജി എഫിഷ്യൻസി ഗ്രൂപ്പ് ട്രേഡിംഗ് കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേര്. എനർജി എഫിഷ്യൻസി ഗ്രൂപ്പ് ട്രേഡിംഗ്, ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസിലേക്കാണ്. അടുത്തത് സപ്പോർട്ട് വർക്കേഴ്സ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് വർക്കേഴ്സ് വാണ്ടഡ്. മെയിനായിട്ട് നഴ്സസിനെ ഉദ്ദേശിച്ചാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ തൊട്ട് അടുത്തായിട്ട് ഇന്ത്യയുമായിട്ട്
ഇവിടെ കെയർ സപ്പോർട്ടേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഓസ്ട്രേലിയ എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സപ്പോർട്ട് വർക്കേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബ്രിഡ്ജ് കെയർ സർവീസസ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതൊരു ഏജൻസിയാണ്. ആ ഏജൻസിയിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്തത് ജൂനിയർ കുക്കാണ്, അതായത് കുക്കറി സ്റ്റുഡൻറ്റ്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. കുക്കിന് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല. ആമ മീൽസ് എന്നാണ് കമ്പനിയുടെ പേര്. AHHMAA മീൽസ്. അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജർ. സ്ക്രിബിൾസ് ആൻഡ് ഗിഗിൾസ്. ഇതൊരു ചൈൽഡ് കെയർ കമ്പനിയാണ്. ഇതിലും സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അതിന് IELTS ആവശ്യമുണ്ട്. അടുത്തത് പെയിൻറ്റർ. ഇതുപോലുള്ള ട്രേഡ്സിന് നല്ല ഡിമാൻഡാണ്. പെയിൻറ്റർ, കാർപ്പൻ്റർ, ടൈൽ ലെയർ, ബ്രിക്ക് ലെയർ, ഇവർക്കൊക്കെയും തന്നെ നല്ല സാലറിയുള്ള ജോബാണിത്. വിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള പെയിൻറ്റേഴ്സ്, ഇവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം കേട്ടോ, എന്നാലേ അവർക്ക് ആ ജോലി കിട്ടുള്ളൂ. അടുത്തത് മൾട്ടിപ്പിൾ റോൾസ് ആണ്. ബോഡി റിപ്പയർ വെൽബോൺ, അതായത് ടെസ്ല കാർ കമ്പനിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ടെസ്ല കാർ കമ്പനിയിലേക്ക് വിളിക്കുന്നുണ്ട്. ഇത് വിസ സ്പോൺസർഷിപ്പ് ഉള്ള ഒരു ജോലിയാണ്. മൾട്ടിപ്പിൾ റോൾസ് ഹയറിംഗ് നൗ. നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ, കുക്ക്, ഷെഫ്സ്. ഇവർക്കൊരിക്കലും IELTSൻ്റെ ആവശ്യമില്ല. യമ്മി കർമ്മ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനി നെയിം യമ്മി കർമ്മ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നെക്സ്റ്റ് CNC ഓപ്പറേറ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് കേട്ടോ. ഇതിന് സ്പോൺസർഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് $40 CNC ഓപ്പറേറ്റർ. എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊന്ന് ടെസ്ല അലക്സാൻഡ്രിയയിലേക്ക് കൂടി വിളിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ റോൾസ് ഹയറിംഗ് നൗ. ബോഡി റിപ്പയർ സിഡ്നി. കാർ കമ്പനിയാണ്. ഇത് പല സ്ഥലത്തേക്കായിട്ട് സ്പോൺസർഷിപ്പുള്ള ജോബിന് ആളെ വിളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കുക്കാണ്. കുക്കിന് ഹോട്ടൽസിലേക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഒപ്റ്റിമ മിറൈ പ്രൈവറ്റ് ലിമിറ്റഡ്. വെൽഡേഴ്സ് ആൻഡ് ഫാബ്രിക്കേറ്റേഴ്സ്. ഇവർക്ക് വളരെ ഡിമാൻഡ് കൂടുതലാണ്, നല്ല സാലറിയും ഉണ്ട്. ഗ്രെയിൻ കിങ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. നെക്സ്റ്റ് ICT ബിസിനസ് സിസ്റ്റം അനലിസ്റ്റ്. PR കിട്ടി വരുന്ന ആളുകളെ കുറിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇതുപോലൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെയിറ്റ് വിസ കിട്ടും. അടുത്തത് പ്രൊജക്ട് മാനേജറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അപ്പോൾ അതിനുണ്ട് കേട്ടോ, വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്, ഞാൻ പറയാത്തതാണ്. ചൈൽഡ് കെയർ എഡ്യൂക്കേറ്റേഴ്സ്. ഇവർക്ക് IELTS അത്യാവശ്യമാണ്. IELTS 8 വേണം, കാരണം രജിസ്ട്രേഷൻ ആവശ്യമുള്ള ജോലിയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ജോലിക്കാരുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ സ്പോൺസർഷിപ്പുള്ള ജോബ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you. Bye.